പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 29/3/2026 2026 വർഷം 3-ാം മാസം നമ്മൾ പിന്നിടുകയാണ്. 4-ാം മാസത്തിലേക്ക് പ്രവേശിക്കും. ഈ പുതുവർഷം പിറന്നത് മുതൽ പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. ലോകം മുഴുവൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ആയിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ പ്രാരംഭത്തിലൊരു വാക്കിങ്ങനെ പറഞ്ഞു: ഈ ലോകം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ്, എപ്പോൾ വേണേലും പൊട്ടിത്തെറിക്കാം. സത്യത്തിൽ ഞാനത് ചിന്തിച്ചപ്പോൾ അതൊരു പ്രവചനം പോലെയല്ലേ എന്ന് ഞാൻ ചിന്തിക്കുക. അഗ്നിപർവ്വതം പൊട്ടി, അതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതാ യുദ്ധം ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധങ്ങളിൻ്റെ ഒരു കെടുതികളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബ് വീണത് ജപ്പാൻ ജനതയാണ് അതിൻ്റെ കഷ്ടങ്ങൾ പേറിയെങ്കിൽ, ഈ നടക്കുന്ന യുദ്ധം, അതിൻ്റെ കെടുതികൾ, അതിൻ്റെ വിവിധ നിലയിലുള്ള ഭവിഷ്യത്തുകൾ നമ്മളും അനുഭവിച്ചുകൊണ്ടിരിക്കുക. പഠിക്കുന്ന കുട്ടികൾ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് വീടുകളിൽ വന്നു, ഓൺലൈൻ ക്ലാസ് തുടങ്ങി, ഹോട്ടലുകൾ അടച്ചുപൂട്ടി, ഗ്യാസ് ക്ഷാമം എന്ന് വേണ്ട, പെട്രോൾ വില വലിയ കുഴപ്പമില്ലാതെ പിന്തുടർന്നു. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞാൽ യുദ്ധം നീളുകയാണെങ്കിൽ അതും സാരമായി ബാധിക്കും. അങ്ങനെ എല്ലാ നിലയിലും ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കും. യുദ്ധം ചെയ്യുന്നവർക്ക് വാശിയേറിയ ഒരു അനുഭവമാണ്. അവർ വാശിയോടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അവർക്കറിയത്തില്ല. അവർക്കറിയാമെന്ന് ചോദിച്ചാൽ ഭവിഷ്യത്തൊക്കെ അറിയാം, പക്ഷേ വലിയ അഹങ്കാരികളായതുകൊണ്ട് അതിനൊന്നും അവർ വില കൊടുക്കാറില്ല. ദൈവം ഈ ഭൂമിയിൽ കനിഞ്ഞു കൊടുത്തൊരു സമ്പത്താണ് എണ്ണയെന്നുള്ളത്. ഇപ്പോഴത്തെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. നിൻ്റെ കാൽ എണ്ണയിൽ മുക്കട്ടെ എന്ന് ഒരു ബ്ലെസ്സിങ് വാക്യം ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. അപ്പോൾ ഈ എണ്ണ ദൈവം ഒരു അനുഗ്രഹമായിട്ട് തന്നതാണ്. ആ എണ്ണയുടെ പണം, അതിൻ്റെ വിറ്റുവരവ്, അതിന് ഒരു കണക്കൊരു മെഷർമെൻറ്റ് പറയാൻ പറ്റത്തില്ല. അതുപോലെ കോടികളാണ്. ഹോർമോസ് കടലിലേക്ക് അടച്ച നിമിത്തം എല്ലാ രാജ്യങ്ങളും ഈ എണ്ണ വിഷയത്തിൽ വലിയ പ്രതിസന്ധിയിലാണ്. ഒരു കപ്പൽ ക്രൂഡ് ഓയിൽ അതിലേക്ക് കൊണ്ടുപോകുമ്പോൾ 18 കോടി രൂപയാണ് ഇറാന് കൊടുക്കേണ്ടതെന്ന് അവർ പറയുക. ആ കടൽ ചാനൽ കടലിലൂടെ, അല്ലെങ്കിൽ ആ ഹോർമോസ് ഇടുക്കിലൂടെ പോകുന്നതിന് വേണ്ടി അവർ കൈപ്പറ്റുന്ന പണമാണ് 18 കോടി. എത്ര ആയിരം, എത്ര ലക്ഷക്കണക്കിന് കപ്പലാണ് അവർ ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. മുമ്പൊക്കെ ഫ്രീ ആയിരുന്നു, പിന്നീട് അവർ പണം കുറച്ചൊക്കെ ആക്കി, പിന്നെ ഇങ്ങനെ വന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് 18 കോടി വന്നിരിക്കുക. ഈ പണമെല്ലാം കൂടി സ്വരൂപിച്ച് ഇതെല്ലാം കൂടി ആയിക്കഴിയുമ്പോൾ പിന്നെ മനുഷ്യന് അഹങ്കാരം കൂടാതെ ധനനിമിത്തം ഹൃദയം ഗർവിച്ചു, സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിച്ചു, അറിവ് നിമിത്തം ഹൃദയം ഗർവിച്ചു എന്ന് ദൈവവചനം നല്ല വ്യക്തമായി പഠിപ്പിക്കുന്നു. അത് പല പ്രാവശ്യം നിങ്ങളെ പറഞ്ഞ് കേൾപ്പിച്ച വചനങ്ങളാണെന്ന് എൻ്റെ ഓർമ്മ. ഒന്നുകൂടി ഒന്ന് ധ്യാനിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ ചിന്ത. ധനനിമിത്തം ഹൃദയത്തിൽ അഹങ്കാരമുണ്ടാകുന്നു. ഹല്ലേലൂയ. സൗന്ദര്യ നിമിത്തം ഹൃദയത്തിൽ അഹങ്കാരമുണ്ടാകുന്നു. ഞാനല്ല പറയുന്നത്, ദൈവവചനം.
എനിക്കെന്ത് പറയാൻ റൈറ്റ്? യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ധനം നിമിത്തം നിന്റെ ഹൃദയം ധനം നിമിത്തം ഗർവിച്ചുമിരിക്കുന്നു. 28-ന്റെ-17 നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചുമിരിക്കുന്നു. കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം പഠിക്കുമ്പോൾ അറിവ് മനുഷ്യനെ ചീർപ്പിക്കുന്നു, ഗർവുണ്ടാക്കുന്നു, അഹങ്കാരം ഉണ്ടാക്കുന്നു. എത്ര സത്യമായി വചനം പറഞ്ഞേക്കുന്നു. കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും നടന്നിരുന്ന മനുഷ്യൻ, ശിലായുഗ മനുഷ്യൻ, മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് തിന്ന് അരുവികളിലെ വെള്ളവും കുടിച്ച് നടന്ന മനുഷ്യൻ, കായ്കനികളും ഭക്ഷിച്ച് നടന്ന മനുഷ്യൻ, വൃക്ഷച്ചില്ലകളിലും ഗുഹകളിലും താമസിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ അവസ്ഥ മാറിയില്ലേ? പണ്ടൊരു വാക്ക് പറഞ്ഞ പോലെ കാക്ക ഇന്നും കൂടുണ്ടാക്കുന്നത് ചില ഉണക്ക കമ്പുകൾ ഉപയോഗിച്ചാൽ. ഇപ്പോൾ ഈ ഇടയ്ക്ക് കമ്പി ഉപയോഗിക്കാൻ തുടങ്ങുന്ന ഒരാളും പറയണ്ടായി. ചെറിയ ചെറിയ കമ്പി കഷ്ണങ്ങൾ പോലും അത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും അത്രയൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷികളുടെ കൂടും നാരുകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന മനുഷ്യൻ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, മനോഹരമായ സൗധങ്ങൾ, ജീവിതയാത്രാ സൗകര്യങ്ങൾ, ആശയവിനിമയങ്ങൾ എന്നുവേണ്ട ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉന്നതമായ സുഖ സൗകര്യങ്ങളിലാണ് മനുഷ്യൻ ഇന്ന് വിലഹിക്കുന്നത്. ആ മനുഷ്യൻ ഇന്ന് ആരാണെന്ന് ചോദിച്ചാൽ വചനം പറയുന്നു, മെൻ വാസ് എ എഡ്യൂക്കേറ്റഡ് ആനിമൽ. മനുഷ്യനൊരു വിവേകമുള്ള മൃഗം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. അപ്പം മനുഷ്യൻ മൃഗസ്വഭാവമുള്ളവനായി മാറി. അങ്ങനെ മൃഗസ്വഭാവമുള്ളവനായി മാറിയപ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതിൻ്റെ കഷ്ടതകൾ ലോകം അനുഭവിക്കുക. അതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരത്തിൻ്റെ അത്യുച്ചകോടിയിലെത്തിയിരിക്കുന്ന മനുഷ്യൻ അഹങ്കാര നിമിത്തം ക്ഷമയും സഹിഷ്ണുതയും സ്നേഹവും ദൈവികമായ സ്വഭാവങ്ങളൊന്നും മനുഷ്യനിലില്ല. അതെല്ലാം മറ്റുപോയി. പരസ്പരം കടിച്ചു കീറുന്ന, പരസ്പരം കൊന്നുപിടിക്കുന്ന, പരസ്പരം മിസൈലടിച്ച് ബോംബടിച്ച് മനുഷ്യനെ കൊലവിളി നടത്തുന്ന ഒരു വർഗമായി, ഒരു ഹീന ജന്തുവായി മനുഷ്യൻ മാറിയെന്ന് പറഞ്ഞാൽ എത്രയോ സത്യം. മനുഷ്യനെന്ന വാക്കിൻ്റെ അർത്ഥം മനനം ചെയ്യുന്നവൻ, ചിന്തിക്കുന്നവൻ. മനുഷ്യൻ ചിന്തിച്ച് ചിന്തിച്ച് എവറസ്റ്റ് കൊടിമടികൾ പോലെ അവൻ വളർന്നു. എല്ലാ നിലയിലും, ആശയവിനിമയത്തിലും സാമ്പത്തിക നിലയത്തിലും യാത്രാ സൗകര്യങ്ങളിലും എല്ലാ മനുഷ്യത്തുറകളിൽ, മനുഷ്യൻ ഇടപെടുന്ന എല്ലാ തുറകളിലും അവൻ വളരെ ഉയർന്ന നിലവാരത്തിൽ വന്നു. പക്ഷേ അവനൊരു മൃഗസ്വഭാവമുള്ളവനായി മാറി. ധനം നിമിത്തം അവൻ്റെ ഹൃദയം ഗർവിച്ചു, അറിവ് നിമിത്തം ഹൃദയം ഗർവിച്ചു, സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിച്ചു. അർഹതയില്ലാത്ത പലതും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗർവുണ്ടായി, അഹങ്കാരമുണ്ടായി. വന്നിപ്പം മനുഷ്യന് ഭൂമി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇടയ്ക്കൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു, മനുഷ്യനെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് കൊണ്ട് വേറൊരു ഭൂമിയെക്കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ചിന്തിച്ച് പുണ്ണാക്കണ്ട. ഞാൻ കഴിഞ്ഞ വർഷം തലയോലപ്പറമ്പിൽ ആ വിഷയം പ്രസംഗിക്കാനിടയായെന്നാണ് എൻ്റെ ഓർമ്മ. നാം അവൻ്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും അനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നാം അവൻ്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കും. നമുക്കൊന്നും കൊണ്ട് പേടിക്കാനില്ല. യാതൊരു പേടിയും യാതൊരു അങ്കലാപ്പും ഇല്ലാത്തൊരു ജീവിതമാണ് ദൈവമക്കൾക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ദൈവമക്കളാണെന്ന് പറഞ്ഞ് പടം കളിച്ച് നടക്കുന്നവർക്കല്ല, യഥാർത്ഥ ദൈവമക്കൾ വീണ്ടും ജനനം പ്രാപിച്ച് പുതുപുത്ത പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച്
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യുവചനം ഭക്തിക്കൊത്ത് ഉപദേശം അനുസരിച്ച് ജീവിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച് ആത്മീയ വർധന പ്രാപിച്ച് ആത്മീയ നിറവ് പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തന്, ഒരു ഭക്തയ്ക്ക് നിരാശപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. പ്രത്യാശാ നിർഭരമായൊരു ക്രിസ്തു ജീവിതം നയിക്കാൻ എല്ലാ വഴികളും സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. എന്തിനാ നമ്മൾ ഭാരപ്പെടുന്നേ? എന്തിനാ നമ്മൾ നിരാശപ്പെടുന്നേ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ എങ്ങോട്ടുള്ള വഴി? സ്വർഗത്തിലേക്കുള്ള വഴി. പഴയ നിയമത്തിൽ യാക്കോബ് ഒരു കല്ലെടുത്ത് തലകണി ആയിട്ട് വെച്ച് കിടന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തുന്നൊരു ഗോവേണി. അതിൻ്റെ വേദപണ്ഡിതന്മാർ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ ഗോവേണി യേശുക്രിസ്തുവായിട്ടാണ് പലരും ചിത്രീകരിക്കുന്നത്. കാരണം സ്വർഗവും ഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന കണ്ണി കർത്താവായ യേശുക്രിസ്തുവാണ്. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി ഒരു പുതിയ വഴി നമുക്ക് തുറന്നു തന്നിരിക്കുക. എബ്രായ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ കഴിയും. ആ പുതിയ വഴി യേശുക്രിസ്തുവിൻ്റെ പ്രമാണം, അവൻ്റെ പഥ്യവചനം, അവൻ്റെ പഥ്യോപദേശമാണ്. അതിലൂടെ നമുക്ക് യാത്ര ചെയ്താൽ നമുക്ക് ആ ബൈബിലെ തീരത്തെത്താം. അല്ലെങ്കിൽ യാതൊരു ഗ്യാരണ്ടിയില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ. അതുകൊണ്ട് യുദ്ധം ഒരു വശത്ത് നടക്കുന്നു, നടക്കട്ടെ. യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. 1ഉം 2ഉം ലോകമഹായുദ്ധം കഴിഞ്ഞു. ഉന്മൂലനാശം 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 എന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്ന ആ 1, 2 ലോകമഹായുദ്ധം കഴിഞ്ഞു. ഇപ്പോൾ 3ാമതൊരു ലോകമഹായുദ്ധത്തിന് വേണ്ടി ലോകം കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. യെഹെസ്കേൽ പ്രവചനം 21-ാം അധ്യായത്തിൻ്റെ 26, 27 വാക്യങ്ങൾ കർത്താവ് ഇപ്രകാരം പറഞ്ഞു ചെയ്യുന്നു: ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം 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 വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതിരിക്കും. അവന് ഞാനത് കൊടുക്കും. ഇത് കർത്താവിനെ കുറിച്ച് പറയുന്നൊരു പ്രവചന ഭാഗമാണ്. ഉന്മൂലനാശം എന്നുള്ളത് 3 ലോകമഹായുദ്ധങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. മകുടം എന്ന് പറഞ്ഞാൽ എന്താ? പ്രതാപത്തെ കാണിക്കുന്നു. വലിയ പ്രതാപമുള്ള ജീവിതം, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഈ പ്രതാപങ്ങളൊക്കെ ദൈവം എടുത്തു കളയുമല്ലോ. നിങ്ങൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പഠിച്ചു നോക്കിയാൽ നെബൂഖദ്നേസർ എന്ന് പറഞ്ഞ രാജാവിനെ കാണാൻ കഴിയും. അദ്ദേഹം തൻ്റെ വായിൽ നിന്നൊരു പോഷത്വം വിളിച്ചു പറഞ്ഞു: ഇത് ഞാൻ എൻ്റെ പ്രതാപത്തിലുണ്ടാക്കിയ മഹതിയാം ബാബിലോണല്ലയോ, ബാബേലല്ലയോ എന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ ദൈവത്തിൻ്റെ ശിക്ഷാവിധി അവൻ്റെ മേൽ വന്നു. അവൻ മൃഗതുല്യനായി പുല്ല് നിന്ന ചരിത്രം സത്യവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇതൊന്നും നമ്മൾ ആരും മറന്നു കളയരുത്. നമ്മളെത്ര ധനാഢ്യരാണെങ്കിലും, നമ്മളെത്ര അറിവുള്ളവരാണെങ്കിലും, നമ്മളെത്ര സൗന്ദര്യമുള്ളവരാണെങ്കിലും, നമ്മൾ ഏതൊക്കെ അവസ്ഥയിൽ ഉന്നതത്തിൽ കൂടി വിലയിക്കുന്നവരാണെങ്കിലും, ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ പുഴുവാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്: അല്ലയോ പുഴുവായ യാക്കോബേ. ഞാൻ എൻ്റെ സ്നേഹിതരോടിരിക്കെ പറയേണ്ട ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ പറഞ്ഞു: നിങ്ങൾ എന്തിനാ മനുഷ്യ വഴക്കുണ്ടാക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ അതിരുമാന്തുന്നത്? ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്താ? മറ്റുള്ളവർ അതിലേ പോണ്ട ഇതിലേ പോണ്ടെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്താ? നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ അഗ്നിനാളങ്ങൾ ഒപ്പിയെടുക്കും. ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെ പുഴുവും തിന്നും. പിന്നൊരു ഗ്രൂപ്പുണ്ട്, അവർ മരിച്ചു കഴിഞ്ഞാൽ പക്ഷി തിന്നുകൊണ്ട് പോകും. പാർസികളെ കുറിച്ച് പറയും. ഈ 3 അറിവേ എനിക്കുള്ളൂ. മറ്റേ നിലയിലൊക്കെ ഉള്ള ആ രീതിയൊന്നും എനിക്കറിയത്തില്ല. ഇതിലേതെങ്കിലും ഒന്ന് ആണ് ഒരു മനുഷ്യൻ്റെ അവസ്ഥ. പിന്നെ എന്തിനാണ് അഹങ്കരിക്കേണ്ടത്? എന്തിനാണ് നിഗളിക്കേണ്ടത്? എന്തിനാണ് പരസ്പരം കടിച്ചു കീറുന്നത്? എന്തിനാണ് നമ്മൾ ഒരാളെ കീഴ്പ്പെടുത്തുന്നത്? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് യുദ്ധങ്ങൾ ഒന്നിനും ഒരു പരിഹാരമല്ല. യുദ്ധം എല്ലാവരെയും പുറകോട്ട് ഓടിക്കുന്നതാണ്. എന്നാൽ യുദ്ധം നടക്കേണ്ടത് അനിവാര്യമാണ്.
ആ ദൈവവചനത്തിലുണ്ട്. ഈ ലോകത്ത് നടക്കുന്ന ഓരോ യുദ്ധങ്ങളും ഓരോ സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ പ്രാവചനിക നിവൃത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ആരൊക്കെ ഏതൊക്കെ നിലയിൽ ഇതിനെ തടയിടാൻ ശ്രമിച്ചാലും ഇത് നടന്നേ പറ്റൂ. അഹങ്കാരികൾ താളടിയാകണമെന്നുള്ള ദൈവത്തിൻ്റെ വചനമാണ്. അഹങ്കാരികളൊക്കെയും താളടിയാകും. അത് ജാതി മത വർഗ വർണ്ണ വിവേചനമില്ലാതെ അത് ഈ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജാതി എന്നില്ല, മതമെന്നില്ല, ഭാഷയെന്നില്ല, പണ്ഡിതനെന്നില്ല, പാവനെന്നില്ല, കുചേലനെന്നില്ല, കുബേരനെന്നില്ല. ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. അഹങ്കാരികളെല്ലാം താളടിയാക്കും, അല്ലെങ്കിൽ ദൈവം അവരെ താളടിയാക്കും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമുക്ക് സോളമൻ്റെ ഒരു വാക്ക് ഉദ്ധരിച്ച് ഞാൻ എൻ്റെ മുഖപ്രസംഗത്തിൽ നിന്ന് വിഷയത്തിലേക്ക് വരികയാണ്. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു ഏത് മനുഷ്യനും വേണ്ടത്. എന്താ കാര്യം? ദൈവം നല്ലതും തീയതുമായ പ്രവൃത്തികളെ ന്യായവിസ്താരത്തിലേക്ക് വാഴ്ത്തുന്നൊരു ദിവസമുണ്ട്. അവനവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് അവനവന് നന്മയോ തിന്മയോ കിട്ടുമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നന്മ ചെയ്യാം, കർത്താവിനെ അറിഞ്ഞ് ജീവിക്കാം, കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാം, പഥ്യവചനം പഥ്യോപദേശം അനുസരിക്കാം, അങ്ങനെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിലെ യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഈ വിലക്കയറ്റങ്ങളൊന്നും നമുക്ക് തടസ്സമാകരുത്. നമ്മുടെ പ്രത്യാശ കർത്താവിലാണ്. ഹല്ലേലൂയ. ഞാൻ സമാധാനത്തോടെ കിടന്നിറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാണ്. നമ്മളൊന്നുകൊണ്ട് പേടിക്കണ്ട. തലയിൽ വിസേല് വീഴുമെന്നോ, നമ്മുടെ ദേശം കത്തി അമരുമെന്നോ, മുല്ലപ്രിയാറ് പൊട്ടി വീഴുമെന്നോ, ഇതൊന്നും നമുക്ക് ബാധകമല്ല. പൊട്ടുന്നവർ പൊട്ടട്ടെ, പൊട്ടിക്കുന്നവർ പൊട്ടിക്കട്ടെ, ബോംബിടുന്നവൻ ബോംബിടട്ടെ. ദൈവമക്കളുടെ പ്രത്യാശ നാം അവൻ്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. ആദ്യം നമുക്ക് ലഭിക്കുന്ന രൂപാന്തര ശരീരം, അതിനുശേഷം ദൈവരാജ്യപ്രവേശനം. 7 വർഷം മഹോദരം കഴിഞ്ഞതിന് ശേഷം 1000 ആണ്ട് വാഴ്ച ക്രിസ്തുവിനോടൊപ്പം വാടാനായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ വരുന്നു. ജാതികൾ, ഹല്ലേലൂയ, സ്തോത്രം, ജാതികളായ നമ്മൾ ഈ ലോകത്തെ ന്യായം വിധിക്കും. ദൂതന്മാരെ നമ്മൾ ന്യായം വിധിക്കും. ഇസ്രായേൽ ഗോത്രം 12 കർത്താവിൻ്റെ ശിഷ്യന്മാരെ ന്യായം വിധിക്കും. നമ്മൾ കർത്താവിനോടൊപ്പം വാഴ്ചയിലായിരിക്കാൻ കർത്താവ് നമുക്കൊരു ഭാഗ്യമൊരുക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് ഈ പഴയ ഭൂമിയും ഈ പഴയ സംവിധാനങ്ങളെ മുഴുവൻ ചുട്ടരിച്ച് ഒരു ന്യൂ എർത്ത്, ഒരു ന്യൂ ഹെവൻ, പുതിയ ആകാശം, പുതിയ ഭൂമി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും. അങ്ങോട്ട് പോകാൻ ഒരുങ്ങിക്കോ ദൈവമക്കളെ. എനിക്കതാ പറയാം. ഇവിടെ കിടന്ന് കയ്യും കാലും ഇട്ടടിച്ച് കർത്താവ് വരുമ്പോൾ കൈവിടപ്പെട്ടു പോയി. പിന്നെ യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണത്തിൽ റോഡ് ടാർ ചെയ്യാൻ നേരത്ത് ഉരുട്ടുന്ന ഒരു റോളറുണ്ട്. ആ റോളറിൻ്റെ അടിയിലിട്ട് യേശുക്രിസ്തു കൈവിടപ്പെട്ടു പോയവരെ ഉരുട്ടുന്ന അവസ്ഥയിൽ നമ്മളതിൻ്റെ ഇടയിൽ ചെന്ന് വീഴരുതെന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാസ്റ്ററായ ഞാനും കേൾക്കുന്ന നിങ്ങളും യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണത്തിൽ ഞെരിഞ്ഞമരരുത് എന്നൊരു വലിയ റിക്വസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ എന്നെ ഏൽപ്പിച്ച ദൈവവചന പ്രഘോഷണത്തിലേക്ക് വരികയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായമാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായമാണ് നമ്മുടെ പഠന വിഷയം. ആരും അത് എനിക്ക് തോന്നുന്നില്ല അടുക്കായിട്ടൊന്ന് പഠിപ്പിച്ചതായിട്ട് ഞാനും ഞാൻ കേട്ടിട്ടില്ല, പ്രസംഗം കേട്ടിട്ടില്ല. ഈ ലേഖനങ്ങളൊന്നും വ്യക്തമായി കൃത്യമായി അധികം ആരും പ്രസംഗിക്കാറില്ല. ഞങ്ങളെപ്പോലുള്ള ചുരുക്കം ചില ഉപദേശിമാരല്ലാതെ അധികം ആരൊന്നും പ്രസംഗിക്കാറില്ല. കാരണം ലേഖനം പ്രസംഗിക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാന്നൊക്കെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിയെന്ന് കർത്താവ് പറഞ്ഞ വചനങ്ങളാണ് അവർ പ്രസംഗിച്ചിരിക്കുന്നത്. അവർ ലേഖനങ്ങളിൽ കൂടി വിട്ടിരിക്കുന്നത്. ഇത് പ്രസംഗിക്കണമെങ്കിൽ ദൈവം ആക്കി വെക്കണം. സംഘടന ആക്കി വെച്ചാൽ നടക്കത്തില്ല. സംഘടന ആക്കി സംഘടന മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നതല്ലേ ചെയ്യുന്നത്. ഞങ്ങൾക്ക് 8,500 സഭയുണ്ട്, ഞങ്ങൾക്ക് 15,000 സഭയുണ്ട്, ഞങ്ങൾക്ക് 1,00,000 കൂട്ടായ്മകളുണ്ട്, ഞങ്ങൾക്ക് ഇത്ര ലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ട്, ഞങ്ങൾക്ക് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും പ്രശംസിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം വട്ടപൂജ്യം. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് പൗലോസ് പറയും. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിടവരരുത്. പൗലോസിൻ്റെ ഉപദേശം സസൂക്ഷ്മം നമ്മൾ പഠിച്ചാൽ
നമ്മുടെ ആത്മരക്ഷയ്ക്ക് യാതൊരു കോട്ടവും ഉണ്ടാകത്തില്ല. ഇല്ലെങ്കിൽ സംഗതി പരിങ്ങലിൽ തന്നെയാണ്. പൗലോസ് എന്ന് പറയുമ്പോൾ പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദാ, അന്ത്രയോസ് ആദ്യം പഠിപ്പിക്കുന്ന ഉപദേശം, അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശം നമ്മൾ പഠിക്കുക. അതിലാണ് നിത്യജീവനുള്ളത്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. യോഹന്നാൻ 6:63. കർത്താവ് പഠിപ്പിച്ച വചനത്തിലും പറഞ്ഞ വചനത്തിലാണ് ആത്മാവുള്ളത്, ജീവനുള്ളത്. മറ്റത് ജീവനില്ല. നമ്മൾ ഇന്നത് പഠിക്കാൻ പോവുക. അത് കൊല്ലുന്നതാണ്, മരണത്തിൻ്റെതാണ്, ഇരുട്ടിൻ്റെതാണ്. അത് നമ്മൾ ആ വിഷയത്തിലേക്ക് വരാൻ പോവുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആഴത്തിൽ ഈ വചനങ്ങൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചാണ്. തുടങ്ങുന്നുവോ? അല്ല, ചിലർ ചെയ്യുന്നത് പോലെ ശ്ലാഘ്യപത്രം കാണിക്കുവാനാകട്ടെ വാങ്ങുവാനാകട്ടെ ആവശ്യമോ? ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ശ്ലാഘ്യപത്രം ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റൊക്കെ തരും. ഞാൻ എൻ്റെ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു 3-4 പ്രാവശ്യം നടന്ന് കിട്ടിയില്ല. പിന്നെ ഞാൻ സങ്കടപ്പെട്ട് പറഞ്ഞു, ഇനി എനിക്കത് വേണ്ട. അവരോട് പറഞ്ഞില്ല, അവിടെ പോയെങ്കിൽ പിന്നെയും കിട്ടിയല്ലേ. ഞാൻ പറഞ്ഞു, എനിക്കത് വേണ്ട, എനിക്ക് കർത്താവ് തരുന്ന സർട്ടിഫിക്കറ്റ് മതി. ലോകപ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് വേണ്ടെന്നേ. കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ആർക്കും കർത്താവ് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുത്തില്ല. ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞ് ആ നിരക്ഷരപുക്ഷികളായ കർത്താവിൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു. അവരത് അനുസരിച്ചു, അവരത് ചെയ്തു. അവർ ലോകത്തിന് വെളിച്ചമായി, അവർ ഭൂമിയുടെ ഉപ്പായി, മഹത്തരമായി ശുശ്രൂഷ ചെയ്ത് അവർ കാലയവനികൾക്കുള്ളിൽ പ്രവേശിച്ചു. അവരുടെ പിന്തുടർച്ചക്കാരായ പെന്തക്കോ സമൂഹം ഇന്ന് ഏതവസ്ഥയിലാണെന്ന് ചോദിച്ചാൽ, പ്രബുദ്ധരായ ദൈവമക്കൾ, നിങ്ങൾക്കിത് മനസ്സിലാവും, ഞാൻ പറയേണ്ട കാര്യമില്ല. കാഞ്ഞിരം പോലെ കഴിച്ചു കിടക്കുകയായിരുന്നു. ഉപ്പ് പോലെ രുചിക്കേണ്ട സ്ഥാനത്ത്, വെളിച്ചം പകർന്നു കൊടുക്കേണ്ട സ്ഥാനത്ത് കുഞ്ഞു ഇരുട്ടായി കിടക്കുകയാണ്. ഈ അവസ്ഥയിൽ നിന്നൊരു ഉദ്ധാരണം, ഈ അപ്പോസ്തലിക ഉപദേശം, ഈ ക്രിസ്തുവിൻ്റെ പ്രമാണം, ഈ ക്രിസ്തുവിൻ്റെ ഉപദേശം പഠിക്കുന്നതിലൂടെ നമുക്കുണ്ടാകണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ സമർപ്പിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എൻ്റെ മെസ്സേജ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദപുസ്തകം, പുതിയ നിയമം ഏകദേശം ഒരു അളവ് പഠിച്ചെടുക്കാം. നിരന്തരമായി വചനം കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. കുറേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. ഗ്യാരണ്ടി തരിക ഞാൻ. അപ്പോൾ ഞങ്ങൾ ആ നിലയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പഠിക്കുന്നു, മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ചെറിയ അളവിൽ, വലിയ വിപുലമായ തോതിലൊന്നുമല്ല. തലമ്പർ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന പോലെയൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല. കർത്താവിൻ്റെ കൂടെ നടന്ന് ശിഷ്യന്മാർ പഠിപ്പിച്ച ആ സനാതന സത്യങ്ങൾ അതൊരളവിൽ ഗ്രഹിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. ബസ്, അത്രേ ഉള്ളൂ. അതിലപ്പുറമോട്ടൊന്നും ചിന്തിക്കേണ്ട. അത് മതിയെന്നാണ് എൻ്റെ ചിന്ത. ഉള്ള പഠനം മുഴുവൻ നടത്തിയിട്ട് യാതനാ സ്ഥലത്ത് ധനവാന്റെ കൂടെ പോയി കിടന്നിട്ട് എന്താ കാര്യം? കർത്താവ് മറിയോട് എന്താ പറഞ്ഞേ? മാർത്തയോട് എന്താ പറഞ്ഞേ? മാർത്തേ, നീ പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. എന്താ നല്ല അംശം? കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് കർത്താവിൻ്റെ വചനങ്ങൾ കേട്ട് ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ മറിയ സമർപ്പിച്ചത് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല അംശമാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ലോത്ത് തിരഞ്ഞെടുത്തത് നീരോട്ടമുള്ളത് തിരഞ്ഞെടുത്തു. ഈ ലോകത്തുള്ള നമ്മളൊക്കെ സ്ഥലം വാങ്ങുമ്പോൾ നല്ല സ്ഥലം നോക്കി വാങ്ങും, റോഡ് സൈഡ് നോക്കി വാങ്ങും. വീട് വെക്കുമ്പോൾ നല്ല വീട് വെക്കും, വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ നല്ല വസ്ത്രങ്ങൾ വാങ്ങും, കാറ് വാങ്ങുമ്പോൾ നാനയൊന്നും ആർക്കും വേണ്ട, BMW, കാട്ടിലക്കും പിന്നെ വേണ്ട. അതുപോലെ വില കൂടിയ കാറുകൾ. സാംസൺ ക്രിക്കറ്റ് കളി ജയിച്ച സാംസൺ കൊണ്ടു നടക്കുന്ന കാറിന് 4 ചില്ലുവാനം കോടി രൂപയെന്ന് ഓർത്തപ്പോൾ ഞെട്ടിപ്പോയി. കാക്കാജിന് പോക്കില്ല എന്നൊരു സിനിമ നടൻ, പേരൊന്നും ഞാൻ എനിക്ക് പറയുന്നില്ല. അവന് കാശ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനും മേടിച്ചു 95 ലക്ഷം രൂപയുടെ ഒരു കാറ്. വീട്ടിൽ പെയിൻ്റ് അടിച്ച് കാണത്തില്ല, അല്ലെങ്കിൽ ടൈലിട്ട് കാണത്തില്ല, അല്ലെങ്കിൽ ജനലും കട്ടളയും പറഞ്ഞു കിടക്കുന്നത് മാറ്റി കാണത്തില്ല. ആഗ്രഹം കുപ്പയൊക്കെ എടുക്കുകയാണെങ്കിലും ആഗ്രഹം എന്താ?
ഏറ്റവും മേത്രമായത്. അതെ, ഈ ദൈവവചനം കേട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും മേത്രമായത്, ഏറ്റവും നല്ല അംശം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വചനങ്ങൾ കേൾക്കുകയും ഈ പഥ്യവചനം, പഥ്യോപദേശം ആര് പ്രസംഗിച്ചാലും നിങ്ങൾ കേട്ടോണം. എൻ്റെ പ്രസംഗം മാത്രം കേൾക്കണം ഞാൻ പറയത്തില്ല. യഥാർത്ഥ പഥ്യവചനം, പഥ്യോപദേശം ആര് പ്രസംഗിച്ചാലും അത് കേൾക്കുക, കേട്ട് അനുഗ്രഹം പ്രാപിക്കുക, കർത്താവിൻ്റെ ഒരു ഒരുങ്ങുക. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ശ്ലാഘ്യപത്രത്തെക്കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിപ്പാനാകട്ടെ, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ? ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. കൊരിന്ത് സഭ അപ്പോസ്തലന്മാരെ പോലെ ആയെന്ന് സാരം. അപ്പോസ്തലന്മാരെ വായിച്ചെടുക്കണമെങ്കിൽ കൊരിന്ത് സഭയിലെ വിശ്വാസികളെ വായിച്ചെടുത്താൽ മതി, പഠിച്ചാൽ മതി. അതുപോലെയായി. അതാ കർത്താവ് പറഞ്ഞു, ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി. ഇന്നത്തെ തുമ്പുകെട്ട ഗുരുക്കന്മാരുടെ ഇടയിലുള്ള പഠനങ്ങൾ നിങ്ങൾ പഠിച്ചാൽ അവസാനം നിങ്ങളും അധോഗതിയിലായിപ്പോകും. അതുകൊണ്ട് കർത്താവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ച അതേ പഠിപ്പിക്കൽ, അതേ ക്ലാസ്സുകൾ, അതേ വചനപ്രഘോഷണം, അതിൽ നിന്നൊരു വരവെണ്ണം പോലും തെറ്റിപ്പോകാൻ പാടില്ല. എനിക്കത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോസ്തലന്മാർ പറഞ്ഞ ആ വചനത്തിൻ്റെ വ്യവസ്ഥ തെറ്റിക്കാൻ പാടില്ല. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ ദൂതനാകട്ടെ നിങ്ങൾ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അവർ പറഞ്ഞത് വിട്ട് ഒരു വാക്ക് പോലും, ഒരു വള്ളി പോലും മാറ്റാൻ നമ്മളെ ആരും ദൈവം അനുവദിച്ചിട്ടില്ല. പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ട ദൈവസഭയുടെ അതിശ്രേഷ്ഠ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന സ്റ്റേറ്റ്മെൻ്റാണ്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഏത് മഹാൻ എന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കരുത്, അത് സ്വീകരിക്കരുത്, അത് ചെവിക്കൊള്ളരുത്. അങ്ങനെ ചെവിക്കൊണ്ടാൽ ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിങ്ങളും ആയിത്തീരും. ആവർത്തന പുസ്തകം അത് നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിൻ്റെ അവസാന അധ്യായങ്ങളിൽ സ്തോത്രം ശപിക്കപ്പെട്ട ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നു. സ്തോത്രം. ഇനി ഇന്ന ഗ്രൂപ്പൊക്കെ ശപിക്കപ്പെട്ടവരാണെന്ന് വ്യക്തമായിട്ട് പൗലോസ് മോശ പറയുന്നുണ്ട്. ഞാനത് പണ്ടൊന്ന് വായിച്ച് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുക. പിന്നെ അങ്ങോട്ടൊന്നും അധികം പോകാറില്ല. ആവർത്തന പുസ്തകം 27-15 മുതൽ വാക്യങ്ങൾ വായിക്കും. ശില്പിയുടെ കൈപ്പണിയായ യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജലമെല്ലാം ആമേനെന്ന് പറയണം. അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജലമെല്ലാം ആമേനെന്ന് പറയണം. കൂട്ടുകാരൻ്റെ അതിർ നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. പരദേശിയെയും അനാഥനെയും വിധവയുടെയും ന്യായം മറച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പൻ്റെ ഭാര്യയോടുകൂടി ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. പല മൃഗത്തോടുകൂടി ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ സഹോദരിയോടുകൂടി ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അമ്മായി അമ്മയോടുകൂടി ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ ശപിക്കപ്പെട്ടവൻ. കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ അങ്ങനെ ശപിക്കപ്പെട്ട ഒരു വലിയ ഗ്രൂപ്പിനെ കുറിച്ച് ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 26 വരെയുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ പൗലോസിൻ്റെ ടീച്ചിങ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ അതിശയമായിട്ട് തോന്നും. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ആരെന്തെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടു. അപ്പോസ്തലന്മാർ തരുന്ന പ്രമാണം അതങ്ങനെ തന്നെ കേട്ടനുസരിച്ചോണം. അതിന് വിരുദ്ധമായി അതിനെ കോട്ടിക്കളയുകയോ കൂട്ടുചേർക്കുകയോ മറിച്ചു കളയുകയോ ചെയ്താൽ അത് കേട്ടാൽ നമ്മൾ ശപിക്കപ്പെടും. ഇതൊന്നും ആരും മുഖവിലേക്ക് എടുക്കാറില്ല. ഈ വചനങ്ങൾക്കൊന്നും ആരും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. ഞാൻ ഈ കാര്യങ്ങൾ പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തത് മുതൽ അതിന് വളരെ പ്രാധാന്യം കൊടുത്ത് തന്നെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെൻ്റെ മരണം വരെയും അങ്ങനെ തന്നെ പോകും. എനിക്ക് ശാപമേൽക്കാൻ എനിക്ക് മനസ്സില്ല, എനിക്ക് താല്പര്യമില്ല. ഏലയും കൂലിയും കളഞ്ഞ് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് അവസാനം ശപിക്കപ്പെട്ടവനായി
യാതനാ സ്ഥലത്ത് കിടന്ന് പുഴുവലിക്കാൻ എനിക്ക് മനസ്സില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ പോലെ ഏത് വിധേനയും വല്ല വിധേനയും മരിച്ചവരുടെ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് പൗലോസ് മുമ്പോട്ട് പോയതുപോലെ ഞാനും സാധുവാകുന്ന അടിയനും മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളെയും ഞാൻ അതിലേക്ക് ആഹ്വാനം ചെയ്യുക ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതും സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. 2 കൊരിന്ത്യർ 3-ന്റെ 2-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ച് അവസാനം ആ സഭ അപ്പോസ്തലന്മാരെ പോലെയായി. എന്തൊരു അത്ഭുതമാണിത്! വാസ്തവത്തിൽ എന്തൊരു വിചിത്രമായൊരു അനുഭവമാണ്. ഹൗ ഗ്രേറ്റ്, വണ്ടർഫുൾ! എത്ര വലിയ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ വായിച്ചു പഠിക്കുന്നത്. ഇതല്ലേ പുതിയ നിയമസഭയായി നമുക്ക് വേണ്ടത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിക്കുന്നതിലൂടെ അവരെപ്പോലെ നമ്മളും ആകണ്ടേ. ലോകം വെറുത്തവരായി തീരണം, ലളിത ജീവിതം നയിക്കണം, പിന്നെ എല്ലാ നിലയിലും അവരൊപ്പിയെടുക്കണം. അവർ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുയായികളാകുവിൻ എന്ന് പറഞ്ഞു. നമ്മളും ആ അവസ്ഥയിലായി തീരണം. നമുക്കതിന് മനസ്സില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടം ചെയ്യണം, നമുക്ക് നമ്മുടെ തന്നിഷ്ടം ചെയ്യണം. പ്രിയ ദൈവമക്കളെ, ഒരു വലിയ മടങ്ങിവരവ് ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമുണ്ട്.